കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ ഉയർപ്പിൻ്റെ ദിനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനം. On this resurrection day, I greet you all in the matchless name of Lord and Savior Jesus Christ. ലോകത്തിൽ അനേക ദൈവമക്കൾ ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പിൻ ദിനമായി ആഘോഷിക്കുന്ന ദിനമാണ്. Today is the day that the whole world is celebrating the resurrection day. തീർച്ചയായും നമുക്കും ആ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. Of course, this day is also very important to us. കാരണം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു കാൽവറിയിൽ നമുക്കായി മരിച്ചു. 2000 years ago, one day Christ died on the cross of Calvary for us to be delivered. അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ അവൻ ഉയർത്തപ്പെട്ടു. He was kept in the tomb, but on the third day he rose again. അത് തീർച്ചയായിട്ടും വളരെ വിലയുള്ളതാണ്. Of course, it's a very prideful day. ഒരു ദൈവവൈദ്യന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുക എന്നതാണ്. The speciality of a Christian is the resurrection of Christ, who's kept a place for us, and that is the importance of today. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. The word of God clearly says that if the Christ has not resurrected, then whatever we say is in vain. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന ചരിത്രം തെളിയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We also see the history proves the resurrection of Christ. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളാകുന്ന നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. As we are the prize of him giving himself to us is the reason why we are here this morning. നമ്മളുടെ വില എന്താണ്? What is our price? നമ്മളുടെ വിലയാണ് കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളത്. The value or the price that we have in our life is the blood of Christ that he redeemed us. നമ്മുടെ വില എന്താണ്? What is our price? നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി എന്നതാണ് നമ്മുടെ വില. The value is that we have become a part of heaven. നാം മക്കളും അവകാശികളുമായി തീർന്ന് ദൈവരാജ്യത്തിന്റെ പൗരത്വം നമുക്ക് ലഭ്യമായി എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വില എന്നത്. The value of our life is the citizenship that we have received in heaven, as we are called as his children and sons and daughters. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജാതികളിൽ, ഭാഷകളിൽ, വർഗങ്ങളിൽ, വിവിധ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. We see different people of different races, different castes, religious background all over the world. എല്ലാവരെയും ഒന്നാക്കുന്നതാണ് യേശുവിന്റെ രക്തം. The blood of Christ is the one that is making everyone united as one. യേശുവിന്റെ രക്തമാണ് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർക്കുന്നത്. It is the blood of Christ that makes us as the inheritance of the sons and daughters of Christ. അപ്പോൾ ഇന്ന് പകലിൽ ഞാൻ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് What I would like to meditate this morning is യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. what is the power of the blood of Christ is what I would like to speak. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടുന്നതും അറിഞ്ഞിരിക്കേണ്ടുന്നതുമാകുന്ന ഒരു ദൈവവചനത്തിന്റെ സത്യമാണ് യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി. We should know the power of the word of God. നാം അതിന്റെ മുമ്പിൽ തീർച്ചയായും അതിനെ അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്ത് നാം ജീവിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. It is very important we respect and we accept it and live according to it. നമ്മൾ ബലമില്ലാതെ ശക്തിയില്ലാതെ അബലരായി ജീവിക്കുമ്പോൾ, when we are a person who do not have strength and do not have power and move on, യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളെ ശക്തീകരിച്ച് വിലയുള്ളവരാക്കി തീർക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. we should not forget it is the blood of Christ that made us the value, and that's why we are able to move. അല്പസമയം ഞാൻ ഇവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് what would I like to meditate this morning is പത്രോസിന്റെ ലേഖനം 1 Peter 1-ാം അധ്യായം chapter 1 അതിന്റെ 18-19 വാക്യങ്ങളാണ്. verses 18 and 19. ഒന്ന് വായിച്ചാട്ടെ. Let us read 1 Peter chapter 1 18 and 19. For as much as ye know that ye were not redeemed with corruptible things as silver and gold from your vain conversation received by tradition from your fathers. മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല.
We are not redeemed with silver or gold or with corruptible things. അടുത്തത് വായിക്കാം. Next is, but with the precious blood of Christ, as of a lamb without blemish and without spot. മലയാളത്തിൽ കൂടെ വായിച്ചാട്ടെ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. But with the precious blood of Christ as of a lamb without blemish and without spot. ഇന്ന് സഭ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് The church must know this particularly important thing. ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം വിളിച്ച് വേർതിരിക്കപ്പെട്ട മക്കളാക്കി തീർത്തിരിക്കുകയാണ്. We have been his children by the blood of Christ, the Lamb of God, who gave himself for us. അനേക സഭകളിൽ ഇന്ന് ഇതിന്റെ വില കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. Many churches have lost their value for this. അനേക വിശ്വാസികളിൽ ഇന്ന് ഇതിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Many believers have lost this value of it. എല്ലാം നമ്മൾ ചെയ്യും. We do everything. പലപ്പോഴും ആരാധനയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടവരായി, ക്രിസ്തുവിനെ ആരാധിക്കാത്തവരായി നാം തീർന്നു പോകാറുണ്ട്. We also forget to worship the Lord and also forget the value of Christ, worshiping Christ the Lord. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കട്ടെ. I would like to instruct you by keeping the word of God in front of me. എന്തൊക്കെ ചെയ്താലും Whatever you do, അതിനേക്കാളൊക്കെ വലുതാണ് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. beyond everything, worshiping the Lord is very ഇനി important. മറ്റൊന്നും നാം ചെയ്തില്ലെങ്കിലോ Even if we don't do anything else, ക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. the most important thing is to worship the Lord. എന്താണ് അതിന്റെ പ്രാധാന്യം? What is the importance? നമ്മൾ നിർദോഷികളായിരുന്നു, We were once with blemish. We പാപികളായിരുന്നു, were sinful. ദോഷികളായിരുന്നു, We had no goodness. ദൈവരാജ്യത്തിന് ചേരാത്തവരായിരുന്നു, We were not even having the value to be a part of the kingdom of God. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. We had sinned and gone away from the grace of എന്നാൽ God. ക്രിസ്തുവിന്റെ രക്തം But the blood of Christ നമ്മളെ മക്കളാക്കി, made us the children. നമ്മളെ അവകാശികളാക്കി, Made us inheritance. നമ്മളെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കി, Made us part of the kingdom of God. വിലയില്ലാത്ത നമ്മളെ വിലയുള്ളവരാക്കി തീർത്തു. When we did not have a value, He gave us their value. അപ്പോൾ ആ ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന സകല ഭക്തന്മാർക്കും ദൈവത്തിൻ്റെതാക്കുന്ന വിടുതലുകളുണ്ട്. So when we worship the Lord, we have the value or the price for it. ചിലര് പറയാറുണ്ട്, What some people say, ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി കൊടുക്കാറുണ്ട്. we have done so many things for God. ചിലര് പറയാറുണ്ട്, Some people say, പാവങ്ങളെ സഹായിക്കാറുണ്ട്. we help the poor. ചിലര് പറയാറുണ്ട്, Some people say, ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. we do good things to many. ചിലര് ചെയ്യാറുണ്ട്, Some people say, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാറുണ്ട്. they give food to the poor. ഇതൊക്കെ ഒരു സൈഡിൽ നല്ലതാണ്, All these are good in one part. ഇതൊന്നും തെറ്റല്ല. They are not bad. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും Though we have to do all these things, ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതായി ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരാകണം. beyond all these things, the most important thing is to worship ഞാൻ God. മുൻപ് പറഞ്ഞ സോഷ്യൽ വർക്ക് ഒന്നും ചെയ്യേണ്ടെന്നല്ല, I'm not saying do not do all this social work. എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. We have to do what we can to help the other people. ഒരു ദരിദ്രൻ ആഹാരമില്ലെങ്കിൽ അവൻ ആഹാരം കൊടുക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം. If we are able to give a bag of food, then let us do it. എന്നാൽ ഇതൊന്നും ആരാധന കളഞ്ഞിട്ടല്ല നാം ചെയ്യേണ്ടുന്നത്. By not going to worship the Lord is not what you have to do. ഇനി ആരാധനയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നിനെയും നാം കാണരുത്. Don't give more important rather than giving importance to worship the Lord. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, That's what the old song is sang like this. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനേക്കാൾ ആരാധ്യനായ ഒരു ദൈവവുമില്ല. And nobody can be connected or be compared to the Lord Almighty. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനേക്കാൾ വലുതായ ഒരു ദൈവമില്ല. There is no other God than Christ our King. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? Do you know the reason why I said this? എന്റെ കർത്താവ് മരിച്ചു. My Christ died. ലോകത്തിൽ ഒത്തിരി മഹാരഥന്മാർ ജീവിച്ചിരുന്നു, Many great people were living that വലിയ time. വലിയ വീരന്മാർ ജീവിച്ചിരുന്നു. There were brave people there. എന്നാൽ അവരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, When all their dooms are still closed, എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കല്ലറ, ഓ ഹല്ലേലൂയ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് തുറക്കപ്പെട്ടതാണ് എന്റെ കർത്താവിന്റെ വലിമ. the greatness of my Lord is the resurrection of Him,
and the tomb is open 2000 years ago. അതിലെല്ലാം ഉപരിയായി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിച്ചതാണ് കർത്താവിന്റെ വലിമ. The greatness of God is His love towards us. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. That's why it says John 3:16 like this. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം താൻ ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that He gave His only begotten Son, that whosoever believes in Him shall not perish but have an everlasting life. അപ്പൊ മറന്നു പോകരുത്. So don't forget. ദൈവം ലോകത്തെ സ്നേഹിച്ചു. God loved the world. കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീർന്നു. For you and for me, God sacrificed Himself. നമ്മളുടെ എല്ലാ ആരാധനകളിലും നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഞാൻ മരിക്കേണ്ടുന്നിടത്ത് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മരിച്ചു. Every time when we worship the Lord, we should remember that when I had to die, Christ died for me. പഴയ കാലങ്ങളിൽ എല്ലാ സഭകളിലും മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും കർത്താവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും മടങ്ങി വരവിനെക്കുറിച്ചും സ്ഥിരമായി പ്രസംഗിച്ചിരുന്നു. In the past, people used to preach about the death, the resurrection, and His second coming. എന്നാൽ ഇന്ന് അനേക സഭകളിൽ ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു. But many churches have lost the importance of it. ആൾക്കാര് സഭയിൽ കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രാധാന്യമില്ല. If the church and the people are increasing or it doesn't matter. കർത്താവില്ലാത്ത സഭകൾ ക്രിസ്തീയ സഭകളല്ല. If Christ is not there, then the church is not a Christian church. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചും ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ സഭ ജീവനുള്ള സഭയല്ല. If a church is not preaching about the death, the resurrection, and His second coming, then that is not a church at all. മറ്റൊരു സൈഡിലൂടെ ഞാൻ ഇങ്ങനെ ഉയർത്തി പറയട്ടെ. Another side would like to lift and say, ക്രിസ്തുവിനെ നമ്മൾ സാക്ഷീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥമാകുന്ന വിശ്വാസിയല്ല. if we are not able to testify Christ, then we are not a true Christian. ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ ക്രിസ്തീയ സമാധാനം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനം മറ്റുള്ളവരോട് നാം പറയേണ്ടിയിരിക്കുന്നു. And if we are experiencing the peace of Christ, then we have to share about His love to അപ്പോൾ others too. ഞാൻ പറഞ്ഞു വന്നത് What I'm trying to say, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. this is what I said through the book of Peter. ക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുത്തത്. Who redeemed us? Christ redeemed us. നമ്മളെ മക്കളാക്കിയത് ക്രിസ്തുവാണ്. It is Christ who made us His children. ഇനി രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് The next thing is എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. പെട്ടെന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കാം. Ephesians chapter 2 verse 13. നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മളിപ്പോ ആരായി തീർന്നു? Who have we become? ഒരു സമയത്ത് ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് അകന്നവരായിരുന്നു. Once we were away from the blood of Christ. പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരായിരുന്നു. We are people who have made a sin and have lost the glory of God. പക്ഷെ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. But this is what we saw now. ഇപ്പോൾ നമ്മൾ, But now we, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് when we say we, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ഭക്തന്മാരും, all those who have been redeemed by the blood of Christ, all the saints. അതിന് ഭാഷയോ ജാതിയോ കാറോ ഒന്നും വ്യത്യാസമില്ല. There is no difference between whether your caste, your religion, or background. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ഭക്തന്മാരും Everyone that who believe in the എന്തായി തീർന്നു? what have they become? ഒന്നുകൂടെ വായിച്ചാൽ നിർത്തിയ ഭാഗം. Let us read that verse again. നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. We have come nigh to Christ. അപ്പോൾ നാം ആരായിരുന്നു? What were we? ഒരു സമയത്ത് നാം ദൂരസ്ഥരായിരുന്നു. Once we were far away from Him. ക്രിസ്തുവിങ്കിൽ നിന്ന് അകന്നുപോയവരായിരുന്നു. Once we were away from Him. അപ്പോൾ ഇന്ന് പകലിൽ പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, So I would like to tell everyone who ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, also listening online also. ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. We were once redeemed from the blood of Christ. ദൂരസ്ഥനായിരുന്ന എന്നെ, When I was far away from Him, വിലയില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും and who we did not have a price at all, മുഴുവൻ വിലയും കൊടുത്ത് He gave a full price. സമാധാനമില്ലാത്ത നമ്മുടെ ജീവിതത്തിന് When we did not have peace in our lives, അവൻ സമാധാനം മടക്കി തന്നു. He gave us peace into our lives. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, I believe this. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണ്. Our God is the God of peace. നമ്മുടെ ദൈവം വീണ്ടെടുപ്പിന്റെ ദൈവമാണ്. Our God is the God of redemption.
നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ്. Our God is the God who gives us strength. നമ്മുടെ ദൈവം രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്. Our God is the God who gives നമ്മുടെ healing. കർത്താവ് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. Our God is the God who can help. നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. Our God is our Redeemer. അപ്പോൾ ഇത് പകൽക്കാലം പറ, Let us say that. അകന്നു പോയ എന്നെ I was far away once. ദൈവരാജ്യത്തോട് അടുപ്പിച്ച A person who brought me close to എന്റെ the ദൈവ kingdom. സ്നേഹത്തെ For the love of Christ. ഓർത്ത് ആരാധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. I have come to the Lord's presence to worship Him for His love. ഇവിടെ of കടന്നു God. വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ വിളിച്ചു പറയട്ടെ, Let us tell every one of നമ്മൾ you. മൗനമായിട്ട് ഇരിക്കാനല്ല വന്നത്. We have not come here to keep silence. അകന്നു പോയ എന്നെ, When we are far away from Him. വില നഷ്ടപ്പെട്ട എന്നെ We do not have any pride. ദൈവരാജ്യത്തോട് അടുപ്പിച്ച ആ സ്നേഹത്തെ And the love that has made us close to Him. സ്തുതിക്കുവാൻ, To worship. ആരാധിക്കുവാൻ, Praise Him. സ്തോത്രം ചെയ്യുവാൻ, Give thanks to Him. നന്ദി കരേറ്റുവാൻ, Give thanks to Him. അവന് പാടുവാൻ. And to sing glorious songs to Him. സ്തോത്രം 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 നമ്മൾ വന്നിരിക്കുകയാണ്. We have come to His presence. അപ്പോൾ എവിടെ നമ്മൾ ആരാധിക്കാൻ പോയാലും Wherever we go to worship, മൗനമായിട്ടിരിക്കരുത്. don't keep silence. വായെ തുറന്ന് Open Him out. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. Let us give thanks to the Lord and continue to ദൈവത്തിനൊന്ന് worship. നന്ദി പറയാമോ? Can you say thanks to God? എന്റെ വീണ്ടെടുപ്പുകാരെ, My Redeemer. എന്റെ വീണ്ടെടുപ്പുകാരെ, My Redeemer. എന്റെ വീണ്ടെടുപ്പുകാരെ, My Redeemer. എന്റെ രക്ഷകനാകുന്ന കർത്താവ് My Savior. അവൻ ജീവിച്ചിരിക്കുന്നു. He lives. അവൻ ജീവിച്ചിരിക്കുന്നു. He lives. ഇന്ന് ലോകം അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. But the world is celebrating. സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. Celebration is the part of our lives. പക്ഷേ അത് വ്യക്തിപരമായി ഇത് കേൾക്കുന്ന സകല മനുഷ്യരും അനുഭവിക്കണം. Everybody who listens to this should experience it. നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് എന്താണെന്ന് നമുക്ക് We all know how sugar and salt are. അതിങ്ങനെ ദൂരത്ത് വെച്ചിരിക്കുക, If we step far away, വെച്ചിട്ട് keep it far ഇത് away. പഞ്ചസാരയാണ്, This is sugar. ഇത് ഉപ്പാണ്. This is salt. അത് അവിടെ ഇരുന്ന If it's kept there, അതിന്റെ രുചി ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. we will not be able to know the taste of it. എന്നാൽ But അത് വായിലിട്ട് if we put it in our mouth, സ്വല്പം അതിനെ രുചിച്ചാൽ if we taste it, അതിനെ രുചിച്ചറിയാൻ പറ്റും. then we can know the taste of it. ഇതുപോലെയാണ് ആത്മീക ജീവിതം. This is how the similarity of spiritual life. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, The other day I saw the social media ഈ റിസറക്ഷൻ ഡേ, ഉയർപ്പിന്റെ ദിവസം. about the resurrection day. ഞാൻ ഈസ്റ്റർ എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. I don't wish to say it's Easter. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡേ ഓഫ് റിസറക്ഷൻ, The day of resurrection is what we ഉയർപ്പിന്റെ ദിവസം. The day of resurrection. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. That's what I like to say. എന്നെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ലോർഡ്സ് ഡേ, ദൈവത്തിന്റെ ദിവസം എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. Instead of saying the Sunday, let us say the Lord's Day. പിന്നെ നമ്മൾ ചോദിക്കുക എന്താ, സമൂഹം എല്ലാം പറയും, നമ്മളും അങ്ങ് പറയും. Because the world says so, we also say. നമ്മളെ ഒത്തിരി പേര് വിഷ് ചെയ്യും. People wish us. നമുക്കും തിരിച്ച് വിഷ് ചെയ്യാം. Yes, we can also. പക്ഷെ വിഷ് ചെയ്യുന്നത് ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതായിരിക്കണം നമ്മളുടെ വിഷുകൾ. Our wishes should be lifting up the resurrected Christ. ആരാണ് നമ്മുടെ കർത്താവ്? Who is our Christ? പാപം മോചിക്കുന്നവനാണ്. He forgives our sins. ആരാണ് നമ്മുടെ കർത്താവ്? Who is our Christ? രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. He heals the sick. ആരാണ് നമ്മുടെ കർത്താവ്? Who is our Lord? അവൻ വീണ്ടെടുപ്പുകാരനാണ്. He is the Redeemer. ആരാണ് നമ്മുടെ കർത്താവ്? Who is our Lord? നമ്മളിവിടെ പാടി, And we sang. എല്ലാ മുട്ടും മടങ്ങും, Every knees before Him. എല്ലാ നാവും പാടും, Every tongue confess യേശു മാത്രം കർത്താവെന്ന്. that He is Lord. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വായികളിൽ നിന്നും ഉയരേണ്ടുന്ന ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ. There's only one thing that our tongue should speak of. ഓൺലൈനിലും ഓഫ്ലൈനിലും എന്നെ ശ്രദ്ധിക്കുന്ന സകലരോടും എനിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, There's only one statement I would like to tell യേശു everyone. മാത്രം കർത്താവ്. Jesus is the only Lord. യേശു മാത്രം കർത്താവ്. Jesus is the only Lord. അവനൊപ്പം പറയാൻ ഒരു ദൈവവുമില്ല. There is no other God other than Christ. അവനെ പോലെ ആരാധ്യനായ ഒരു മനുഷ്യനുമില്ല, ഒരു ദൈവവുമില്ല. There is no other person like Him to worship. അവൻ മുഖാന്തരം സകലതും ഉണ്ടായി. Through Him everything was created. അവൻ മുഖാന്തരം സകലതും ഉളവായി. Through Him everything was created. സകലത്തെയും വാക്കിനാൽ നിർമ്മിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. Our God is the God who created everything through His അപ്പൊ word. നമ്മളെ കർത്താവിനോട് അവൻ അടുപ്പിച്ചു. So He made us close to Him. ഇനി മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് Finally, what I say, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. Book of Colossians chapter 1 verse 20. ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഇവിടെ പ്രധാനമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. There are many things that we can say which is very important. ഒന്നുകൂടെ വായിച്ചേ. Let us read it again. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക. നമ്മുടെ പ്രത്യേകത എന്താ? What is the importance? നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ഉയർക്കപ്പെട്ടതാണ്. Our body is also resurrected along with Christ. അടുത്തത്, എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ. അപ്പൊ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ If we have to know who we are, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം. we have to ask ourselves who we are. എന്താണ് ചിന്തിക്കേണ്ടുന്നത്? What we have to think about. നമ്മൾ ഉയരത്തിലേത് ചിന്തിക്കുന്നവരാണോ, Are we thinking of things above, അതോ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നവരാണോ? or are we people who think about things ഒരു above? നല്ല ശതമാനം മനുഷ്യരെയും നമ്മൾ ചിന്തിച്ചാൽ Most of the people, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ അനേകർക്ക് മടിയാണ്. many people are not able to think above. ഏറ്റവും കുറച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീക വിഷയങ്ങളായിരിക്കും. And many of things that we think about spiritual things, നമുക്ക് ഭൗതിക വിഷയങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്. we have a lot of concentration for the worldly things. തമാശിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, We think about jokes, സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, we think about social media, രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ we ചിന്തിക്കും, think about politics, സ്പോർട്സിനെ കുറിച്ച് നമ്മൾ we ചിന്തിക്കും. think about sports. ഈ പറഞ്ഞതെല്ലാം ഈ ലോകത്തിലെ ആയുസ് കൊണ്ട് തീർന്നു പോകുന്നതാണ്. Whatever we have spoken right now are things that will vanish as we are on this earth. എന്നാൽ 70, 80, 100 വയസ്സ് വരെ ജീവിക്കുന്ന ആയുസ് കൊണ്ട് തീർന്നു പോകുന്നതൊന്നല്ല നമ്മളുടെ ആത്മീക പ്രത്യാശ. So don't forget that our spiritual hope does not end at the അപ്പോൾ 70 or 80 or so on. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, The lifespan that God has given us. രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. I'm not saying that from morning till the dawn that you have to think only about this. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. A child of God who is redeemed by the blood of Christ has a special quality. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവവചനം അനുശാസിക്കുന്ന ചില സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. A person who follows the word of God has a rule or regulation, a principle that he has to follow. എല്ലാവരുടെയും കൂടെ കൂടിക്കലർന്ന് ഒരു അവിയൽ തരത്തിൽ അല്ലെങ്കിൽ ഒരു മിക്സർ തരത്തിൽ ജീവിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has not called us to be mixed with a kind of mixed vegetable curry or something like that. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ When he speaks about Israelites, നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ we കഴിയുന്നത് will notice in the word of ഇതാ God. തനിച്ചു പാർക്കുന്ന ഒരു ജനം, See, there are a group of people separated from others. ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. They are not counted along with the Gentiles. ലോകത്തിന്റെ സിസ്റ്റത്തിൽ പലതിനോടും കോംപ്രമൈസ് ചെയ്യാൻ ഇടവരാത്തവരാണ് ദൈവപൈതൽ. A child of God do not compromise to the world. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, ലോകം വെറുത്തവർ യേശുവിനോട് ചേർന്നിരുന്ന് എപ്പോഴും ആനന്ദിക്കും. The people who hated the world are all close to Christ and they always rejoice. നമുക്ക് ആത്മശക്തിയും കൃപയും ഒക്കെ വരുമ്പോ When we are having the power of God and നമ്മളിങ്ങനെ വിളിച്ചു പറയും, we say this. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്ന് എപ്പോഴും ആനന്ദിക്കും. So we say that those who hated the world was close to God and was always worshiping Him. ഈസ്റ്റർ വരുമ്പോഴോ ക്രിസ്മസ് വരുമ്പോഴോ ഉപവാസം വരുമ്പോഴോ ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയും. We all tell this during the time of Easter or Christmas and so on. എന്നാൽ അതല്ല, But that is not the thing. എല്ലാം ഇപ്പോഴും യേശുവിനോട് ചേർന്നിരുന്ന് ആനന്ദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. We all must have a quality to thank the Lord every moment. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? One thing you all know, ഈ ലോകത്തിൽ അനേക ക്രിസ്തു ഭക്തന്മാരുണ്ട്. there are many people who are dedicated to Christ. ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേക ആൾക്കാര് ക്രിസ്തുവിനെ വാസ്തവമായി വിശ്വസിക്കുകയും ആരാധിക്കുകയും രഹസ്യത്തിൽ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. There are many who worship the Lord secretly and give thanks to Him. അതുപോലെ മുസ്ലിം മതത്തിലെന്ന ലോകം പറയുന്ന അനേകർ രഹസ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. There are even Muslims there who also worship the Lord secretly. അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സകലതും വെറുത്ത് കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവരുണ്ട്. There are many children of God who are all over the world who worship the Lord by separating themselves from the world. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? What is the real reason? ഇതാണ് സമാധാനം. This is the peace. കർത്താവ് പറയുന്നു, The word God ഞാൻ says, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. I leave my peace to you. ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. This peace is not the way the
the world gives. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. I give you my peace. ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കുന്ന സകല വ്യക്തികൾക്കായി ഞാൻ സ്തോത്രം I ചെയ്യുന്നു. give thanks to the Lord whoever are receiving the peace of Christ. ആരെങ്കിലും ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കാത്തവരായി ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ, If there's anybody who have not received the peace of Christ in your life and you're listening to this, നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, whatever your situation could be, കർത്താവേ, God, ഞാൻ നിന്റെ മകനാകുവാൻ മകളാകുവാൻ താല്പര്യപ്പെടുന്നു. Lord, I would like to be your son or daughter. നിന്റെ മകനാകുവാൻ മകളാകുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. It is good that if you pray and say, Lord, help me to be your sons and daughters. അപ്പൊ നമ്മൾ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, What did we read? നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുമ്പോൾ When we have redeemed by the blood of Christ, നമ്മുടെ ചിന്ത എന്താകണം? what should be our thinking? ഉയരത്തിലേതുള്ളത് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണ്. We should start thinking of things above. ഇന്ന് പലർക്കും അതിന് നേരമില്ല. We do not have much time for it nowadays. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, I would like to say this. സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്നതാണ് ചിലപ്പോൾ ഒരുപക്ഷെ വിമർശനം വരും. When since it's going through social media, we may be getting a lot of comments. അറ്റ്ലീസ്റ്റ് For a moment, ഞായറാഴ്ചയെങ്കിലും ഉയരത്തിലേത് ചിന്തിക്കാൻ കുറച്ച് സമയം At least ഒന്ന് വേറിട്ടിരുന്നു കൂടെ? at least on a Sunday, can you separate your time and be and think about the things above? എല്ലാം ഇപ്പോഴും ഉയരത്തിലേത് ചിന്തിക്കുന്നത് നല്ലതാണ്. Every time thinking about things above is good. അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച ദിവസമെങ്കിലും If you can't do that, at least on a Sunday, ഒരു 2 മണിക്കൂറെങ്കിലും minimum 2 hours, വേറിട്ടിരുന്ന് separate yourself, കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, pray to the Lord, കൂട്ടായ്മ ആചരിക്കാൻ, to have a fellowship with അപ്പം people, നുറുക്കാൻ, to have the bread and ക്രിസ്തുവിനെ സ്തുതിക്കാൻ, to praise God. വീണ്ടെടുപ്പുകാരനാകുന്ന രക്ഷകനാകുന്ന ദൈവത്തെ ആരാധിക്കാൻ നമ്മളൊന്ന് ചിന്തിക്കുന്ന ഒരു അവസരം ചെലവാക്കിക്കൂടെ? Can't we take some time to praise and worship the Redeemer who redeemed us? എത്ര വലിയവരാണെങ്കിലും, However big you are, എത്ര ഉന്നതനാണെങ്കിലും, however in high position നമ്മുടെ you are, ശരീരത്തിന്റെ ഒരു നരമ്പൊന്ന് പിടിച്ചാൽ, if one part of a vein or a nerve it gets a catch, നമ്മുടെ ബ്രെയിനിലെ ഒരു ചെറിയൊരു നരമ്പൊന്ന് പൊട്ടിയാൽ, if our vein is cut in our brain, നമ്മുടെ നട്ടലിന്റെ ഒരു കണ്ണി ഒന്ന് അകന്നാൽ, if one disc is moved from our spine, നമ്മുടെ സകല വീരവാദങ്ങളും എന്ത് ചെയ്യും? അവസാനിക്കും. whatever we have been speaking with lot of boldness or braveness or whatever statement we say, ഒന്നും പുകഴാനും പ്രശംസിപ്പാനും ഉള്ളവരല്ല ഞാനും നിങ്ങളും ആരും. it will fall and we have nothing to boast about in our life. You or me. നമ്മുടെ അവസ്ഥ എന്താ? What is the thing of our life? ഉറച്ചു നിന്നാൽ If we stand strong, ഒരു ശ്വാസം, one breath, അത്രേ ഉള്ളൂ. that's it. ഉറച്ചു നിന്നാ ഞാൻ വലിയ ബലം പിടിച്ച് നിൽക്കുകയാണ്, Just imagine I hold on to my breath, ഒരു ശ്വാസം one breath. അകത്തോട്ട് വലിച്ചത് If I have taken in, പുറത്തോട്ട് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ, if I am not able to exhale it out, നിങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും however you love me also, ഡെഡ് ബോഡി എന്ന് പറയും. you will call me as a dead body. ഡെഡ് ബോഡി. It's a dead body. പിന്നെ പാസ്റ്റർ ഐസക് എന്ന് പറയത്തില്ല, Then you will not call me Pastor Isaac. ഡെഡ് ബോഡി. You will call it a dead body. മരിച്ചവൻ, A dead person. ജീവനില്ലാത്തവൻ. A person who do not have life. ഇത്രേ ഉള്ളൂ. That's it. എത്ര മനുഷ്യരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, How many people in the past days, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും, people who are older and younger in age, കൊച്ചു കുഞ്ഞുങ്ങള്, young children, എത്ര പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. so many left this world. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോടെ തികഞ്ഞ ദൈവവചനത്തിലുള്ള ഭയത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, I would like to speak to the people who are listening here with reverence to the word of God, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, to worship the Lord, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, to look upon the things above, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, to give praises to God, ദൈവനാമത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ to thank and worship the Lord. നമ്മൾ തയ്യാറെടുക്കുന്നത് വളരെ നല്ലതായി. It will be good that we take time for it. ഇതൊരു പഴയ പാട്ടുണ്ട്, That's a song like this. അധികമൊന്നും ഇപ്പൊ ആരും പാടാറില്ല. And nobody sing that song nowadays. പാപക്കടം തീർക്കുവാൻ യേശുവിൻ രക്തം മാത്രം. That's the only one way of redeeming my sin is the blood of Christ. പാപബന്ധം അഴിപ്പാൻ യേശുവിൻ രക്തം മാത്രം. The only thing that can remove the sins of my life is the blood of Christ. യേശു ക്രിസ്തുവേ ദൈവത്തിന്റെ കുഞ്ഞാടേ എന്ന് പറഞ്ഞ ആ പാട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. And the song goes further saying that Jesus, the Lamb of God. പിന്നെ ആ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, And he sings like this. ശത്രുവെ തകർക്കുവാൻ യേശുവിൻ രക്തം മാത്രം. The blood of Christ can destroy the blood of ഞാനിങ്ങനെ പറയട്ടെ, I would like to say that. ദുഷ്ടനെ ജയിക്കുവാൻ യേശുവിൻ രക്തം മാത്രം. The enemy to be defeated
completed is only the blood of Christ. പാപബന്ധം അകറ്റാൻ യേശുവിന്റെ രക്തം മാത്രം. To remove our sins, only the blood of Christ. രോഗത്തെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന്റെ രക്തം മാത്രം. To heal the world, only the blood of Christ. ഓ ഹല്ലേലൂയ. എന്നിട്ട് ആ പാട്ടുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, And then the song says like this. വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രക്തമാണ് സകലത്തെക്കാളും വിലയുള്ളത്. The greatest thing which has value is the redemption blood that is given to us. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം This morning, ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാമോ? can we think like this? യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. The blood of Christ is there to ഞാൻ ഇങ്ങനെ purify. പറഞ്ഞ എന്റെ വാക്ക് കൂടെ I'd അവസാനിപ്പിക്കാം. like to wind my words like വെളിപ്പാട് this. പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Let us read book of Revelation chapter 2 verse 11. ആ. രണ്ടിന്റെ 11 പെട്ടെന്ന് വായിച്ചാട്ടെ. He that hath an ear, let him hear what the Spirit said unto the churches. He that overcometh shall not be hurt of the second death. ആത്മാവ് സഭകളോട് ആ. പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. മാതോട് വായിച്ചടുത്തൂടെ. പെർഗമോസിലെ മതി മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. This is what we read. ആത്മാവ് സഭകളോട് പറയുന്നത് The Spirit speaks to the church. എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let the people who have ear, let them hear. നമുക്കൊന്നും ഭയപ്പെടാനില്ല. There's nothing that we have to fear. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. The people who overcome it will not have a second death. നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും മരിക്കും. Every man on this earth will die. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? But the hope of a Christian is ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാരും ഉയർക്കും. all those who die in Christ, all the saints will be resurrected. എന്തിനു വേണ്ടി? Why? പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി. To receive the rewards from ഇനി ക്രിസ്തുവിൽ മരിക്കാത്തവരെ ഉയർക്കും. And those who do not die in Christ also will be മറന്നു resurrected. പോകരുത്. Don't forget. എന്തിനു വേണ്ടിയാണ് ഉയർക്കുന്നതെന്ന്? Why are they been resurrected? അവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം കിട്ടും. That whatever they have done, good or bad, while they were alive, according to that they will be rewarded. മറന്നു പോകരുത്. Don't forget. എല്ലാ മനുഷ്യരും ഉയർക്കും. Every man will rise. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാർക്കും പ്രതിഫലമുണ്ട് നിശ്ചയം. There's a reward for all the saints who are resurrected. ഇതാണ് എന്റെ പ്രത്യാശ. This is the hope. ഇതാണ് എന്റെ പ്രത്യാശ. This is the hope. ഇതാണ് എന്റെ ഉറപ്പ്. This is my strength. ഇതാണ് എന്റെ ആരാധന. This is my worship. ഇതാണ് എന്റെ ശക്തി. This is my strength. ഇതാണ് എന്റെ വിശ്വാസം. This is my belief. ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാർക്കും വീണ്ടെടുപ്പുണ്ട്. For all the saints who die in Christ, there is a redemption. ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാരും ന്യായവിധി അനുഭവിക്കേണ്ടി വരത്തില്ല. There will not be judgment for those who died in Christ. ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാർക്കും പ്രതിഫലമുണ്ട് നിശ്ചയം. There is a reward for those who died in Christ. എന്നാൽ ക്രിസ്തുവിൽ മരിക്കാത്തവർക്ക്, ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ശിക്ഷാവധി ഉണ്ട് നിശ്ചയം. There is a punishment for those who live according to the world and who are not condemned by blood. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ As we are in the Lord's ഇനി presence, എന്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. I'm not wrong in my word. കർത്താവിന്റെ ശക്തി മനസ്സിലാക്കി Understand the power of God. ഈ ദിവസങ്ങളിൽ These days, കിട്ടുന്ന ആയുസ് of how long you get a lifespan, ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം is to worship the Lord. ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. Let us give ourselves to the Lord. ഈ ഉയർപ്പിന്റെ ദിനം In this resurrection day, കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം to worship the Lord, നമ്മളെ തന്നെ സമർപ്പിക്കാം. let us give ourselves. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His word. ആമേൻ. Amen.